പാലക്കാട് മണ്ണാർക്കാട് കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു വീണു. ആര്യമ്പാവ് പാറയിൽ കുളമ്പ് ഭാഗത്താണ് അപകടമുണ്ടായത്. മതിൽ തകർന്നു വീഴുമ്പോൾ പ്രദേശത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മണ്ണാർക്കാട് അലനല്ലൂരിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു. വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പാലക്കാട് നിന്ന് സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, വിവിധയിടങ്ങളിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. എവിടെയൊക്കെയാണ് അപകടം, എന്തെല്ലാമാണ് വിവരങ്ങൾ? കാര്യമായ പ്രതിസന്ധി ഉണ്ടോ നിലവിൽ? മണ്ണാർക്കാട് മേഖലയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള നാശം വിതച്ചുകൊണ്ട് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും രണ്ട് വീടുകളിലെ, അതായത് മണ്ണാർക്കാട് അലനല്ലൂരിലും അതേപോലെ തന്നെ മണ്ണാർക്കാട് ആര്യമ്പാവിലുമാണ് വീടുകളുടെ സമീപത്തെ ഭിത്തികൾ ഇടിഞ്ഞു വീണത്. മണ്ണാർക്കാട് ആര്യമ്പാവ് സ്വദേശിയായിട്ടുള്ള കുട്ടി ഹസൻ്റെ വീടിൻ്റെ ഭിത്തിയും അതേപോലെ തന്നെ അലനല്ലൂർ സ്വദേശിയായിട്ടുള്ള അത്താണിപ്പടിയിൽ നാലകത്ത് അലിയുടെ വീടിൻ്റെ ഭിത്തിയുമാണ് ഇടിഞ്ഞു വീണത്. എന്തായാലും അപകടത്തിൽ ആർക്കും പരിക്കില്ല. എല്ലാവരും തന്നെ, വീട്ടുകാരെല്ലാം തന്നെ തലനാരി ഇഴക്കാണ് രക്ഷപ്പെട്ടത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരം. പ്രധാനമായും അലനല്ലൂർ സ്വദേശിയായിട്ടുള്ള നാലകത്ത് അലിയുടെ വീടിൻ്റെ ഭിത്തി വീഴാനുണ്ടായ ഒരു സാഹചര്യം, വീടിനോട് ചേർന്ന് തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്ന ഒരു പണി നടക്കുകയായിരുന്നു. ആ സമയത്ത് വീട്ടുകാരെല്ലാം തന്നെ ഈ പണിയിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ചെറിയൊരു സമയത്ത്, അതായത് ചായ കുടിക്കാൻ വേണ്ടി മാറിയ സമയത്താണ് ഇത്തരത്തിൽ വീടിന് സമീപത്തെ ഭിത്തി ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. വീട്ടുകാരെല്ലാം തന്നെ തലനാര ഇഴക്കാണ് രക്ഷപ്പെട്ടത്. പാലക്കാട് ജില്ലയിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടെ പാലക്കാട് നഗരത്തിലെ പുതുപ്പള്ളി തെരുവിലും ശക്തമായ മഴയിൽ ഒരു വീട് മുഴുവനായി തകരുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു നാശം വിതച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് കാലവർഷം പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ സാഹചര്യം പാലക്കാടും നിൽക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ 2 ഡാമുകളുടെ ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത്. ഒന്ന് മംഗലം ഡാം, അതേപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറും അല്പസമയം മുൻപ് ഉയർത്തിയിട്ടുണ്ട്. അരുണ്യ. ശരി, സച്ചിൻ വള്ളിക്കാരാണ് വിവരങ്ങൾ നൽകിയത്.